വെള്ളായണി ദേവി ക്ഷേത്രം. എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലെയും പോലെ ഈ ക്ഷേത്രത്തിന് അതിനോട് അടുത്തു നിൽക്കുന്ന ജനവിഭാഗങ്ങളെയും പ്രകൃതിയെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രം പറയാനുണ്ട്. ആ ചരിത്രം തുടങ്ങുന്നത് കേളൻ കുലശേഖരൻ എന്നൊരു കൊല്ലനിൽ നിന്നുമാണ്. പണ്ട് വെള്ളായണി കായലിന്റെ കരയിലായി നിൽക്കുന്ന തെങ്ങുകളിൽ നിന്നും കല്ല് ശേഖരിക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ കല്ല് ശേഖരിക്കാൻ ചെന്നപ്പോൾ തന്റെ കുടത്തിൽ നിന്നും ഗണ്യമായ അളവിൽ കള്ള് മോഷണം പോയത് ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെത്തുകാരൻ അങ്ങനെ സ്ഥിരമായി മോഷണം നടത്തുന്ന സാഹചര്യത്തിൽ മോഷ്ടാവിനെ കണ്ടെത്താൻ അവിടെ മറഞ്ഞിരുന്നു. അപ്പോൾ അയാൾ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഒരു വലിയ പച്ചത്തവള തെങ്ങുകളിൽ നിന്നും മാറി മാറി ചാടി കള്ള് കുടിക്കുന്നു. ആ തവളയെ ചെത്തുകാരൻ കള്ളു ചെത്തുന്ന തേർ കൊണ്ടെറിഞ്ഞു. എന്നാൽ ഏറുകൊണ്ട തവള കായലിലേക്ക് എടുത്തു ചാടി. തുടർന്ന് അയാൾ മഹാദേവി ഭക്തനായ കേളൻ കുലശേഖരൻ വാത്തിയെ വിവരമറിയിച്ചു. കുലശേഖരൻ വാത്തി 7 ദിവസം ദേവീ മന്ത്രോച്ചാരണത്തോടെ കായലിൽ മുങ്ങി നിവർന്നു. 7ാം ദിവസം വെള്ളായണി കായലിൽ ഒരു ചെന്താമര വിരിഞ്ഞു. ആ ചെന്താമരയിൽ ചുവന്ന സാളഗ്രാമമായി മഹാത്രിപുര സുന്ദരിയായ ഭദ്രകാളി വിളങ്ങുന്നത് ബാത്തി നിറകണ്ണുകളോടെ കണ്ടു. തുടർന്ന് ബാത്തി ആ ചൈതന്യത്തെ കലമാൻ കൊമ്പിലേക്ക് ആവാഹിച്ചു. വരിക്കപ്ലാവിൻ കൊമ്പിൽ തീർത്ത തിരുമുടിയിൽ ആവാഹിച്ചിരുത്തി പൂജകൾ ചെയ്തു. അങ്ങനെ പൂജ ചെയ്തു വരികയായിരുന്നപ്പോഴാണ് തിരുവിതാംകൂർ മഹാരാജാവ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ ചെയ്യാത്ത വിഗ്രഹങ്ങൾ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ദുഃഖിതനായ വാത്തി കരുവാൻ പറയൻ എന്ന മാന്ത്രികന്റെ സഹായത്തോടെ തിരുമുടി തിരിച്ചു കൊണ്ടുവന്നു. എന്നാൽ ഇതറിഞ്ഞ രാജാവ് വാത്തിയെ പിടിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. എന്നാൽ വാത്തി ഭടന്മാരോട് ചോദിച്ചിട്ട് തന്റെ ചൈതന്യത്തെ അടുത്തുള്ള കാവിൽ കുടിയിരുത്തിയ ശേഷം ബ്രഹ്മത്തിൽ ലയിച്ചു. ഇന്ന് കാവ് കായ്ക്കൽ തെക്കതിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നും അതേ വാത്തിയുടെ സമുദായത്തിൽപ്പെട്ടവരാണ് വെള്ളായണിയിൽ പൂജകൾ ചെയ്യുന്നത്. ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയാണ് പിന്നീട് തങ്ക തിരുമുടി നിർമ്മിച്ചു നൽകിയത്. തിരുമുടി എന്നറിയപ്പെടുന്ന ഇവിടത്തെ കാളി വിഗ്രഹത്തിന് 4.5 അടി ഉയരവും വീതിയുമുണ്ട്. പകിട്ടേറിയ സ്വർണവും വിലമതിക്കാനാകാത്ത കല്ലുകളും വിഗ്രഹത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. കേരളത്തിലെ തന്നെ കാളി വിഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇവിടെ ഇരിക്കുന്നത്. ദ്രാവിഡ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന് പ്രൗഢിയേകിക്കൊണ്ട് പരമ്പരാഗത കലാസൃഷ്ടികളോടുകൂടിയ വെങ്കല മേൽക്കൂരയും നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിലെ പൂജാദ്രവ്യങ്ങളിൽ കള്ള് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്ര ഐതിഹ്യത്തിലുള്ള വിശ്വാസം അത്തരത്തിൽ വർദ്ധിപ്പിക്കുന്നു. ഉത്സവകാലങ്ങളിൽ നടക്കുന്ന കളങ്കാവൽ വേളകളിൽ തിരുമുടി എടുക്കുന്ന വാത്തി കാലിടറിയാണ് നടക്കാറുള്ളത്. ഇങ്ങനെ കാലിടറി നടക്കാനുള്ള കാരണം പണ്ട് ദേവിയുടെ കാലിൽ തേർ കൊണ്ടതുകൊണ്ടാണ് എന്നാണ് വിശ്വാസം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തീർത്ഥാടന ഇതര ഉത്സവ ആഘോഷത്തിന് പേരുകേട്ട ക്ഷേത്രമാണ് വെള്ളായണി ദേവി ക്ഷേത്രം. ഉത്സവത്തിന്റെ ദൈർഘ്യം ഏകദേശം 65 മുതൽ 70 ദിവസം വരെയാണ്. ഇവിടെ ഉത്സവം ഓരോ 3 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. സാധാരണയായി ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് നടക്കുന്നത്. കാളിയൂട്ട് എന്നാണ് ഈ ഉത്സവം അറിയപ്പെടുന്നത്. ദാരികയും ദേവിയും തമ്മിലുള്ള യുദ്ധമാണ് കാളിയൂട്ടിന്റെ പ്രധാന ആകർഷണം. ഒരു ദിവസം ദേവി ദാരികയെ വധിക്കുകയും അതിലൂടെ തന്റെ ഭക്തർക്ക് സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. കേരളത്തിന് എങ്ങും നഷ്ടമായ ഗ്രാമീണ ഭംഗിയുടെ ഒത്ത നടുക്ക് വെള്ളായണി കായലിനോട് ചേർന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ വർഷങ്ങൾ പിറകിലേക്ക് പോയൊരു പ്രതീതിയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരിലും ഉണ്ടാകുന്നത്. നമ്മുടെ ഓരോ ക്ഷേത്രങ്ങൾക്ക് പിന്നിലും വിസ്മൃതിയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്. അതെല്ലാം തേടിക്കൊണ്ടുള്ള ഞങ്ങളുടെ യാത്ര തുടരും.